ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് അച്ചാറിടണം. സ്ഥിരമായിട്ട് മാങ്ങാ നാരങ്ങയൊക്കെയാണ് ഇവിടെ ഇടാറുള്ളത്. അതും സ്ഥിരമായിട്ടില്ല, ഞാനുള്ളപ്പോഴാണ് ഈ അച്ചാർ പരിപാടികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് വെളുത്തുള്ളി അച്ചാറാണ് ഇടുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി അച്ചാർ ഇടാൻ എളുപ്പമാണെങ്കിലും പക്ഷേ ഇത് നന്നാക്കി അതിൻ്റെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഇപ്പം ഈ വക സാധനങ്ങൾക്കൊക്കെ പീൽ ചെയ്തെടുക്കാനുള്ള പീലറൊക്കെ ഓൺലൈനിലുണ്ട്. പക്ഷേ പണ്ട് ഇതൊന്നുമില്ലാത്ത സമയത്ത് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ തലേ ദിവസം ഇത് ഞാനും അമ്മയും കൂടെ ക്ലീൻ ചെയ്ത് വച്ചതായിരുന്നു ഇത്രയും. ഇനിയും കൂടുതൽ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇരുന്ന് മനുഷ്യൻ്റെ നട്ടലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പണ്ട് അച്ഛൻ പുറത്തായിരുന്ന സമയത്ത് എല്ലാ വർഷവും അമ്മ ഒരു കിലോ 1.5 കിലോയോളമൊക്കെ ഇത് മൊത്തം ഒറ്റയ്ക്കിരുന്ന് ക്ലീനാക്കിയൊക്കെ ഇടാറുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്കിത് ഹെൽപ്പ് ചെയ്യണം, അതിനെപ്പറ്റിയൊന്നും വലിയ പിടിപാടൊന്നും ഇല്ലായിരുന്നു, എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുമില്ലായിരുന്നു. ഇപ്പോൾ ഇത് ചെയ്ത് കൊടുത്തപ്പോഴാണ്, ഇപ്പോൾ ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനിരുന്നത് വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്കാണ് അന്ന് അമ്മ ആ പാടുപെട്ട എൻ്റെ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. സംഭവം ഇത് സാധാ അച്ചാറിടുന്ന പോലെ തന്നെ വയ്ക്കണം. പിന്നെ വെളുത്തുള്ളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതാണ് അതിൻ്റെ ആ ഒരു പരുവം പറയുന്നത്. ഇത് നമ്മൾ വീട്ടിൽ വെച്ചത് അധികം കളറില്ലാത്തത് കാരണം ഇവിടുത്തെ മുളക് പൊടി കുറച്ചിട്ടാൽ മതി, ഭയങ്കര എരിവാണ്, അതുകൊണ്ടാണ് അത്ര കളറില്ലാത്തത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പണ്ടത്തെ അതേ ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. അതാണ് ഞാൻ ആ ആക്ഷൻ കാണിക്കുന്നത്. എനിക്ക് എത്ര കോരി തിന്നിട്ട് മതിയാവുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തീരും, അത്രേ ഉള്ളൂ സാധനം.